السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂറത്തുൽ ഇഖ്ലാസിനെ സംബന്ധിച്ചായിരുന്നു വിവരിച്ചത്. അതിൻ്റെ മഹത്വങ്ങളും ആശയങ്ങളുമൊക്കെ വിവരിച്ചു. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ദുനിയാവിലും ആഖിറത്തിലും നിരവധി നേട്ടങ്ങൾ ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന, മാത്രമല്ല ഇത് പാരായണം ചെയ്യുന്നവർക്ക്, പതിവായി ഓതുന്നവർക്ക് സ്വർഗപ്രവേശനം ലഭിക്കുന്ന സൂറത്താണ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചു. പല സന്ദർഭങ്ങളിലും പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതിനെ സംബന്ധിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചു. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് തജ്വീദ് അനുസരിച്ച് തെറ്റുകൂടാതെ ഓതി പഠിക്കാം. ആദ്യം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. ശേഷം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഒന്നാമത്തെ പദമായ ഖുൽ എന്ന പദത്തിലെ ആദ്യത്തെ ഹർഫ് ഖാഫാണ്. നാവിൻ്റെ മുരടും അതിനോട് നേരിടുന്ന മേലെ അണ്ണാക്കും, അതാണ് ഖാഫിൻ്റെ മഖ്റജ്. ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഖാഫിന് പകരം കാഫായി പോകാൻ, മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഖുൽ ഹുവല്ലാഹു പലരും അങ്ങനെ ഓതാറുണ്ട്, ശ്രദ്ധിക്കണം. ഉൽ ഇങ്ങനെ തന്നെ ഉച്ചരിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഹുവ ഇവിടെയുള്ള ഹാ അവ്യക്തമായി പോകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. ഹു എന്ന് തന്നെ മൊഴിയണം. ഹു അല്ലാഹ്. അല്ലാഹ് എന്ന പദം അല്ലാഹ് ലാമാണല്ലോ, തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന ലാമാണ് അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിലെ ലാം. ലാ അല്ല, ലാദുമല്ല. ഇവിടെ അല്ലാഹ്, ഖുൽ ഹുവല്ലാഹ് ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദ് എന്ന പദം പലരും ഓതാറുള്ളത് അഹദ് എന്ന് ഹാ ആക്കിയിട്ടാണ്. അത് പിഴവാണ്. മുമ്പുള്ള പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചതാണല്ലോ, ഒരു ഹർഫ് മറ്റൊരു ഹർഫായി മാറിപ്പോകാൻ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അഹദ് എന്ന് തന്നെ ഉച്ചരിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ്. മറ്റൊന്ന് ഈ ഒന്നാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ചിലരൊക്കെ ഓതാറുണ്ട് ഖുല്ലു അല്ലാഹു അഹദ് എന്ന്. ഖുല്ലു അല്ലാഹു അഹദ് ഹാ തീരെ ഇല്ലാത്തതുപോലെ ഹാവും വാവും ഒന്നും വെളിവാക്കാതെയുള്ള ഒരു ഉച്ചാരണമുണ്ട് പാരായണം. ഖുല്ലു അല്ലാഹു, അതൊക്കെ പിഴവാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഓരോ ഹർഫുകൾക്കും നല്ല അക്ഷരസ്ഫുടത നൽകി, അക്ഷരങ്ങളൊക്കെ ഏതൊരു സ്ഥാനത്തു നിന്നാണ് ഉച്ചരിക്കേണ്ടതെങ്കിൽ, അതായത് അതിൻ്റെ മഖ്റജുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നാം പാരായണം ചെയ്യേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദ്. രണ്ടാമത്തെ ആയത്ത്. അല്ലാഹു സ്വമദ്. അല്ലാഹ് ഒന്നാമത്തെ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ ശ്രദ്ധിക്കണം. അല്ലാഹ് എന്നല്ല, അല്ലാഹു സ്വമദ്. സ്വമദ് എന്ന പദം പലരും സീനായിട്ടാണ് ഉച്ചരിക്കാറുള്ളത്. സീനല്ല, സ്വാദാണ്.
സ്വാദ് എന്ന് പറയുമ്പോൾ അതിൽ ഇസ്തിഅല, ഇത്ബാഖ് എന്നീ രണ്ട് സിഫത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അങ്ങേയറ്റം, ഹൽക്കിനോട് അടുത്ത നാവിൻ്റെ ഭാഗം അത് ഉയരണം. അതോടൊപ്പം ഇത്ബാഖ് നാവിൻ്റെ മധ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മേലെ അണ്ണാക്കോട് ചേരണം. ഇങ്ങനെയുള്ള സിഫത്തുകളൊക്കെ പാലിക്കുമ്പോഴാണ് സ്വ ഈ രൂപത്തിലുള്ള ശബ്ദമായി മാറുന്നത്. അങ്ങനെ തന്നെ ഉച്ചരിക്കണം, അല്ലാതെ സീനായിട്ടല്ല. അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദ്. അടുത്തായത് ലം യലിദ് വലം യൂലദ്, ലം യലിദ്, ലം യലിദ്. ഇങ്ങനെ പലരും ഓതാറുണ്ട് മണിച്ചുകൊണ്ട്. അങ്ങനെ മണിക്കാൻ പാടില്ല. കാരണം ലം സുക്കൂനുള്ള മീമാണ്, ശേഷം യാ വന്നതിനാൽ ഇദ്ഹാർ ചെയ്യണം. മണിക്കാതെ വെളിവാക്കിയാണ് ഓതേണ്ടത്. ലം യലിദ് വലം യൂലദ്. വലം യൂലദ് എന്ന പദത്തിലും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. അടുത്തായത് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലം യ ഇവിടെയും വെളിവാക്കണം, മണിക്കാതെ. വലം യക്കു എന്നല്ല, വലം യക്കു ഇങ്ങനെയാണ് ഓതേണ്ടത്. വലം യകുല്ലഹു. യകുല്ലഹു എന്ന പദത്തിൽ പലരും യകുൻ ലഹു എന്ന് നൂനിനെ വെളിവാക്കി ഓതാറുണ്ട്. വലം യകുൻ ലഹു. യകുൻ ഇങ്ങനെയല്ല ഓതേണ്ടത്. സുക്കൂനുള്ള നൂനിന് ശേഷം ലാമോ റാഉ വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന അഥവാ മണിക്കാതെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അതിനാൽ ഇവിടെ വലം യകുല്ല, യക്കുല്ല, വലം യകുല്ലഹു ഇങ്ങനെയാണ് ഓതേണ്ടത്. വലം യകുല്ലഹു കുഫുവൻ അഹദ്. കുഫുവൻ അഹദ് ഈ ഒരു പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവിടെ പലരും കുഫുവൻ ഹംസയായിട്ട് കുഫുവൻ എന്ന് ഉച്ചരിക്കേണ്ടതിന് പകരം കുഫുവൻ ഹംസയായിട്ട് അല്ലെങ്കിൽ ഹംസയെ ഒരു നേരിയതായ രൂപത്തിലായിട്ടൊക്കെ ഉച്ചരിക്കാറുണ്ട്. കുഫുവൻ അഹദ് അതൊക്കെ പിഴവാണ്. കുഫുവൻ വാവാണ്, തൻവീൻ കൊടുത്തുകൊണ്ട് വാവ് ഉച്ചരിക്കണം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചിലരിവിടെ കുഫുവൻ അഹദ് ഇങ്ങനെ മണിക്കാറുണ്ട്, അതും പിഴവാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മറ്റൊന്ന്, ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 4 ആയത്തുകളാണല്ലോ ഉള്ളത്. ഈ 4 ആയത്തുകളിലും അവസാനം ദാലാണ്. അതിനാൽ അൽഖല എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെയല്ല ഓതേണ്ടത്. അഹദ് ദാലിൽ അൽഖല അഥവാ ചലനശബ്ദം എന്ന സിഫത്ത് കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത്. ഈ 4 ആയത്തുകളും ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്. സ്വമദ് എന്നല്ല, സ്വമദ് ഇങ്ങനെ തന്നെ ബാക്കിയുള്ള ആയത്തുകളും. മറ്റൊന്ന്, നാം പല സന്ദർഭത്തിലും ഓതുന്ന സൂറത്തായതിനാൽ ഓരോ ആയത്തുകളായിട്ടല്ല ഓതാറുള്ളത്. ഏറ്റവും നല്ല രൂപം ഓരോ ആയത്തുകളിലും വഖഫ് ചെയ്തുകൊണ്ട് ഓതുന്ന രൂപമാണ്. ഉദാഹരണമായി ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അഥവാ ഓരോ ആയത്തുകളിലും അവസാനം വഖഫ് ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെ ഓതുന്നതാണ് നല്ലത്. എങ്കിലും പല ഘട്ടങ്ങളിലും സ്പീഡിൽ ഈ സൂറത്ത് ഓതുമ്പോൾ ആയത്തുകൾ ചേർത്തുകൊണ്ടാണ് ഓതാറുള്ളത്. അങ്ങനെ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ആയത്തും രണ്ടാമത്തെ ആയത്തും തമ്മിൽ ചേർത്ത് ഓതുമ്പോൾ അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ആയത്തും അല്ലാഹു സമദ് എന്ന ആയത്തും ചേർത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കണം.
അതെങ്ങനെയാണ്? ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹുസ് സ്വമദ്. അഹദുനി, അഹദു, ദു എന്ന് ഉച്ചരിച്ചതിന് ശേഷം ഒരു കെസറുള്ള നൂന് കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത്. അഹദുനില്ലാഹുസ് സ്വമദ്. അഹദുനി എന്ന് പറയുമ്പോൾ, ഓതുമ്പോൾ അഹദുനില്ലാ, നില്ല, ഇങ്ങനെയാണ് അല്ലാ എന്ന പദം ഉച്ചരിക്കേണ്ടതും. ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹുസ് സ്വമദ് അല്ലാഹുസ് സ്വമദു ലം യലിദ്. സ്വമദു ദാലിന് ലൊമ്മായിട്ടാണ് ചേർത്ത് കൊണ്ട് ഓതുമ്പോൾ പാരായണം ചെയ്യേണ്ടത്. ബാക്കിയുള്ള പദങ്ങളിലൊക്കെ അഥവാ ലം യലിദ് വലം യൂലദ് അവിടെയൊക്കെ സുക്കൂനായിക്കൊണ്ടു. പൂർണ്ണമായി കേൾക്കൂ ചേർത്തോതുമ്പോൾ ഓതേണ്ട രൂപം. ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹുസ് സ്വമദു ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെയാണ് മഷ്ഹൂർ പ്രകാരം നാം ഓതേണ്ടത്. എന്നാൽ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസിലെ ഓരോ ആയത്തിലെയും അവസാനം സുക്കൂൻ ചെയ്തുകൊണ്ട് ഓതി എന്ന് വെക്കുക. എന്നാൽ അത് തെറ്റ് അല്ലെങ്കിൽ കുറ്റം കിട്ടുന്ന രൂപത്തിലുള്ള ഓത്ത് എന്നൊന്നും പറയാൻ പാടില്ല. നാം എപ്പോഴും ഓതേണ്ടതും മഷ്ഹൂറായ രൂപത്തിലുള്ള പാരായണവും ആയത്തുകൾ തമ്മിൽ ചേർത്തോതുമ്പോൾ അവസാനത്തെ പദത്തിലെ ഹർക്കത്ത് ഏതാണോ, തൊട്ടു ശേഷമുള്ള പദം എങ്ങനെയാണോ അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെതായ രൂപത്തിലാണ്. ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹുസ് സ്വമദു ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇപ്രകാരമാണ് നാം ആയത്തുകൾ ചേർത്തുകൊണ്ട് ഓതുമ്പോൾ ഓതേണ്ടത്. എന്ന് പറഞ്ഞാൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ചേർത്തുകൊണ്ടാണ് ഓതേണ്ടത്, ഏറ്റവും നല്ലത് ചേർത്തുകൊണ്ടാണ് ഓതുന്നത് എന്നൊന്നുമല്ല. ചേർത്തോതുകയാണെങ്കിൽ ഇങ്ങനെ ഓതുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് സംഘമായി ഓതാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹുസ് സ്വമദ്. അല്ലാഹുസ് സ്വമദ്. ലം യലിദ് വലം യൂലദ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓതുന്ന സൂറത്തുകളിൽപ്പെട്ട സൂറത്തായ ഇഖ്ലാസ് സൂറത്ത് തെറ്റുകൂടാതെ ഓതി പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.